നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം. അതിനായിട്ട് 3 ഗ്ലാസ് പച്ചരി ഒരു 6 മണിക്കൂർ കുതിർത്തു. അതിനുശേഷം ഇത് കഴുകി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അരി നന്നായിട്ട് അരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഒരു 2-3 സ്പൂൺ ഇതുപോലെ എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഇത് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിങ്ങനെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് കുറുക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഇതുണ്ടോ, കുറുകി വന്നു. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതിൽ 1 കപ്പ് നാളികേരമുണ്ട്, ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റാണ്, പാകത്തിന് ഉപ്പ്. നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയും പഞ്ചസാരയും ഈസ്റ്റും ഉപ്പും കൂടെ നമ്മൾ അരച്ചെടുത്തു. ഇത് നമ്മൾ അരി അരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഒഴിക്കാം. ഇത് നമ്മുടെ മാവ് കുറുക്കിയത് കണ്ടില്ലേ. ഇപ്പോൾ ഇത് തണുത്തു. ഇനി നമുക്കിതും കൂടെ നമ്മുടെ മാവിലേക്ക് ചേർക്കാം. ഇത് മാവിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ മാവ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ മാവ് കണ്ടില്ലേ, ഒരു 4 മണിക്കൂർ ആയതേ ഉള്ളൂ. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നു. പാലക്കാട് ആയതുകൊണ്ട് കുറച്ച് ചൂടും കൂടുതലാണ്. കാണിച്ചു തരാം. കണ്ടോ, ഇത് കണ്ടില്ലേ. മാവ് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇത് നമ്മുടെ ഒരു കേക്ക് ട്രേ. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് തേച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിക്കാം. മതി, ഒരു 4 തവി. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. വെള്ളം വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് അടച്ചു വെക്കാം. സിമ്മിൽ വേണം വേവിച്ചെടുക്കാൻ. നമ്മുടെ വട്ടയപ്പം നമുക്ക് നോക്കാം. കറക്റ്റ് പാകമായിട്ടുണ്ട്. ഒന്ന് നമുക്കിങ്ങനെ കുത്തി നോക്കിയാൽ മതി വെന്തോന്ന്. ഒന്ന് പറ്റി പിടിച്ചിട്ടില്ല, കണ്ടില്ലേ. അപ്പോൾ അത് കറക്റ്റ് പാകമായി. ഇനി നമുക്കിത് എടുക്കാം, എന്നിട്ട് അടുത്തത് ഉണ്ടാക്കാം. നമ്മുടെ വട്ടയപ്പം ഇതുണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂട് മാറി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കട്ടിയുടെ ഈ അറ്റം കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിങ്ങനെ ഒന്ന് കയ്യിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഒന്ന് തട്ടിയാൽ മതി. നമ്മുടെ സോഫ്റ്റ് വട്ടയപ്പം കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റി. നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞ് സ്റ്റീലിൻ്റെ അതിലും ഇതുപോലെ എണ്ണയൊന്ന് തടവിയിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു തവി നമ്മൾ ഒഴിച്ചാൽ മതി. കണ്ടില്ലേ. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി അപ്പം കുഞ്ഞ് വട്ടയപ്പം റെഡിയായി നോക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം.
ഇതാ നമ്മുടെ ആ ചെറിയ വട്ടയപ്പം കണ്ടോ, ചെറിയ വട്ടയപ്പം നോക്കി, ഉണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും ഇങ്ങനെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഈ ഒരു രീതി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി അരിപ്പൊടി കൊണ്ട് ഇതേപോലെ വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ്. അതിൻ്റെ റെസിപ്പിയും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമുക്ക് പെസഹ അപ്പം കഴിക്കാം. യേശുവിൻ്റെ ലാസ്റ്റ് സപ്പറാണ് ഇതിലൂടെ കൊണ്ടാടുന്നത്. ഗുഡ് ഫ്രൈഡേയുടെ തലേ ദിവസമായ തേഴ്സ്ഡേ ആണ് എല്ലാവരും പെസഹ ആചരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കാം. നല്ല സോഫ്റ്റ് അപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ലൊരു രുചിയാണിത്. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ പെസഹ പെരുന്നാൾ ആശംസകൾ. See you in the next video. Have a nice day.